വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ. അപ്പൊ നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് അടുത്ത ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഓണം എക്സാം പോലെ അത്ര തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം അല്ല നമുക്ക് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ NMMS എക്സാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അത്രയും നല്ലൊരു എമൗണ്ട് ആണ് നമുക്ക് സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എഴുതി വിജയിക്കാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. എന്നാൽ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അതല്ലേ? നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെയും പ്രാക്ടീസിലൂടെയും ഇപ്പൊ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവാണെങ്കിൽ സൂപ്പറായിട്ട് എത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാം അല്ലെ. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെയുള്ളത്. നമുക്കറിയാം സയൻസിൽ നിന്ന് 30 മാർക്കിനാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ ഈ 30 മാർക്കും നമുക്ക് നേടിയെടുക്കണം. അപ്പൊ ഫിസിക്സിൽ നിന്നും നമുക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ 10 ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ആദ്യം കേട്ടോ മനസ്സിലൊന്ന് ആൻസർ പറഞ്ഞു നോക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന ആൻസറിലേക്ക് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. യൂണിറ്റ് ഓഫ് വെലോസിറ്റി, പ്രവേഗത്തിന്റെ യൂണിറ്റ്. ആദ്യം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം കേട്ടോ. അപ്പൊ പ്രവേഗം, വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണ്? മീറ്റർ ബൈ സെക്കൻഡ് ആണ് അല്ലെ. മീറ്റർ ബൈ സെക്കൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ദി SI യൂണിറ്റ് ഓഫ് സ്പീഡ് അല്ലെ, വേഗതയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം വെലോസിറ്റിയുടെ യൂണിറ്റും സ്പീഡിന്റെ യൂണിറ്റും സെയിം ആണ്, രണ്ടുപേർക്കും സെയിം യൂണിറ്റ് ആണ്. അപ്പൊ അത് മാറിപ്പോവരുത്. സ്പീഡും വെലോസിറ്റിയും എങ്ങനെ ചോദിച്ചാലും രണ്ടുപേർക്കും സെയിം യൂണിറ്റ് ആണ്. ആൻഡ് അവരുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മീറ്റർ ബൈ സെക്കൻഡ് ആണ്. നെക്സ്റ്റ് ചോദ്യം എടുക്കാം, യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ, ത്വരണത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം അത് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ. ഒരു മാറ്റം ഉണ്ട്, മീറ്റർ ബൈ സെക്കൻഡ് അല്ല, ഒരു സ്ക്വയർ കൂടുതലുണ്ട്. സോ മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്. നെക്സ്റ്റ് ചോദ്യം നമുക്ക് എടുക്കണം, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് മോർ ഇൻ, പ്രകാശത്തിന്റെ വേഗത കൂടുതൽ ഏതിലൊക്കെയാണോ ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് വെള്ളം തന്നിട്ടുണ്ട്, വായു തന്നിട്ടുണ്ട്, ഗ്ലാസ് ഉണ്ട്, വാക്വം. എന്താ വാക്വം എന്ന് പറഞ്ഞാൽ? ശൂന്യത. നമ്മളെ ബഹിരാകാശത്ത് സ്പേസിലൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ നമുക്ക് ചുറ്റും എന്തുണ്ട്? എയർ ഉണ്ട് അല്ലെ, ഓക്സിജൻ എടുത്ത് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നത്. എന്നാൽ ബഹിരാകാശത്ത് പോയാൽ ആൾക്കാർ എന്താ ചെയ്യല്? പുതിയ ഒരു സെറ്റപ്പ് കൊണ്ടുപോകില്ലേ, മാസ്കും അല്ലെ ഒക്കെ കൊണ്ടുപോയിട്ടാണ് പോവാറ്. കാരണം അവിടേക്ക് ചുറ്റും എന്തില്ല? മീഡിയം ഇല്ല, അവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓക്സിജൻ ഒന്നും കിട്ടാനില്ല അല്ലെ. അവിടെ എന്താണ്? വാക്വം ആയിട്ട് കിടക്കുക, ശൂന്യമായിട്ട് കിടക്കുകയാണ്. ആ അവസ്ഥയില് ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ വളരെ ഈസിയാണ്, വളരെ സ്പീഡിൽ ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ആൻസർ ഈസ് വാക്വം. അതിന്റെ മലയാളമാണ് നമ്മൾ പറയാ ശൂന്യത. മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ചോദ്യം നോക്കാം, ദ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് പെർമനന്റ് മാഗ്നറ്റ്സ്, സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? സോഫ്റ്റ് അയൺ പച്ചിരുമ്പാണോ, കൊബാൾട്ട്, മാഗ്നറ്റൈറ്റ്, സ്റ്റീൽ, ഉരുക്കാണോ? മക്കളെ മനസ്സിലാക്കണം, സ്റ്റീലിന് ഒരു കഴിവുണ്ട്, ഇതിന്റെ കാന്തിക ശക്തി അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറെ നേരം ഇങ്ങനെ നിലനിർത്താൻ പറ്റും, നല്ലതായിട്ട് നിലനിർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്റ്റീലിനെയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ദ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് ടെമ്പററി മാഗ്നറ്റ്, താൽക്കാലികമായിട്ടൊരു കാന്തം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആരെയാണ് ഉപയോഗിക്കുക ചോദിച്ചാല് അത് സോഫ്റ്റ് അയൺ ആണ്. കാരണം അതിന് പെട്ടെന്ന് കാന്തമായിട്ട് മാറാൻ പറ്റും കേട്ടോ. അതാണ് സോഫ്റ്റ് അയൺ പച്ചിരുമ്പിന് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, നോക്കടാ. ഇതൊരു ആണിയാണ്. ആ ആണിക്ക് ചുറ്റും ഒരു കോപ്പർ വയർ, ഒരു ചെമ്പ് കമ്പി ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അതിനൊരു സെല്ലുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ അതിലൂടെ ഇങ്ങനെ കറണ്ട് ഒഴുകും. കറണ്ട് ഒഴുകിക്കഴിഞ്ഞാൽ അത് അതിലൂടെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഇതിന് ചുറ്റും ഒരു എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും, ഒരു കാന്തിക ശക്തി അതിനിങ്ങനെ കിട്ടുകയാണ്. അതൊരു സംഭവമാണ് കേട്ടോ. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഇതിങ്ങനെ എങ്ങനെ ഇതിന് എന്തുണ്ടാകും? ഇതിന് ചുറ്റും ഒരു കാന്തിക സ്വഭാവം കാണിക്കും. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുട്ടുസൂചിയൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങനെ പിടിപ്പിച്ച് നോക്കി അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഇതൊരു കാന്തമായിട്ട് മാറുകയാണ്. കാന്തങ്ങളെ എപ്പോഴും എന്ത് ചെയ്യും? മുട്ടുസൂചി ആകർഷിക്കുമല്ലോ, ആകർഷിക്കും അല്ലെ. അപ്പോൾ ഇതെന്താന്ന് ചോദിച്ചാൽ ഇത് ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അത് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറിയില്ലേ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റ്, വൈദ്യുതി കൊടുത്തപ്പോൾ കാന്തമായിട്ട് മാറുന്നു. സോ വൈദ്യുത കാന്തം എന്ന് നമ്മൾ വിളിക്കും.
നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി? സാന്ദ്രതയുടെ യൂണിറ്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് ആണ് കേട്ടോ. കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യമാണ്, ഒരു കുട്ടി എയിൽ നിന്നും ബിയിലേക്ക് പോവാണ്. ഈ കുട്ടി എന്താണ്? എയിൽ നിന്നും ബിയിലേക്ക് പോവാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടി സഞ്ചരിച്ചിട്ടുള്ള ദൂരം. വളരെ സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് അടുത്ത ചോദ്യമാണ് ട്വിസ്റ്റ്. നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ദൂരം, കുട്ടി സഞ്ചരിച്ച ദൂരം അറിയണമെന്നുണ്ടെങ്കിൽ കുട്ടി പോയ വഴി നോക്കിയാൽ മതി. കുട്ടി ഇവിടേക്ക് പോകുന്നു 4 മീറ്റർ, ഇവിടേക്ക് പോകുന്നു 3 മീറ്റർ. അപ്പൊ 4 + 3 7 മീറ്റർ ആണ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഇടങ്ങാറ് പിടിച്ച ചോദ്യം ഇതാണ്. എയിൽ നിന്നും ബിയിലേക്ക് കുട്ടി സഞ്ചരിച്ചിട്ടുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥാനാന്തരം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ എങ്ങനെയൊക്കെ എവിടേക്ക് പോയിട്ടുണ്ടോ നോക്കണം അല്ലെ. എന്നാൽ ഡിസ്പ്ലേസ്മെന്റിന്റെ കേസിൽ ഈ പോയ വഴിയും വന്ന വഴിയൊന്നും നമ്മൾ നോക്കണ്ട. കുട്ടി ആദ്യം എവിടെയായിരുന്നു? കുട്ടി ആദ്യം എയിലാണ്. അവസാനം കുട്ടി എവിടെയാണ്? ഇവിടെയാണ്. അവർ തമ്മിൽ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ആ ദൂരമാണ് ആ കുട്ടിയുടെ എന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ തല പുകഞ്ഞ് ആലോചിച്ചാൽ നമുക്ക് കിട്ടൂല. കാരണം എന്താ? ഇവിടെ തന്നിട്ടില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു റൂൾ ഉണ്ട് കേട്ടോ. അതും കൂടെ മനസ്സിലാക്കി വെക്കണം. ഇത് നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ്. ഇതിന്റെ പ്രത്യേകത ഇവിടെ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രി ആണ് അല്ലെ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് നമ്മൾ ഇതിനെ വിളിക്കുക. മട്ടത്രികോണം എന്ന് നമ്മൾ ഇതിനെ വിളിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ കേസിൽ ഞാൻ എ ബി സി എന്നുള്ള ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിന് നമുക്ക് രണ്ട് സൈഡുകളുടെ വാല്യൂ നമുക്ക് തരും സാധാരണ കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് 4 എന്നും അല്ലെ, അതുപോലെ ഇവിടെ നമുക്ക് 3 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 സൈഡുകളെ തന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ സൈഡിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറയും. പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുക. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് നമുക്ക് അറിയാത്ത ഭാഗം ഇതിലേതാണ്? സി ബി ആണ് അല്ലെ. അപ്പൊ സി ബി സ്ക്വയർ സമം എന്താടാ? സി എ സ്ക്വയർ പ്ലസ് എന്താണ്? സി എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ കേട്ടോ. എ ബി സ്ക്വയർ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അറിയാത്ത ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സി ബി എന്ന് പറഞ്ഞ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ സി ബി സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കടാ? സി എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പൊ 4 സ്ക്വയർ പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 3 സ്ക്വയർ. അപ്പൊ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. 3 സ്ക്വയർ പറഞ്ഞാൽ 9. 16 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ അത് 25 ആണ്. അപ്പൊ നമുക്കിവിടെ സി ബി കിട്ടിയില്ലേ. അപ്പൊ സി ബി സ്ക്വയർ സമം 25. അപ്പൊ എനിക്ക് സി ബി സ്ക്വയർ വേണ്ട, എനിക്ക് സി ബി മതി അല്ലെ. അപ്പൊ 25ന് എന്തെടുക്കണം? റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം, അത് 5 ആണ്. അപ്പൊ 5 മീറ്റർ ആണ് കേട്ടോ. കിട്ടുക 5 മീറ്റർ. അപ്പൊ അതേ സംഭവമാണ് ഇവിടെ അല്ലെ. ഇവിടെ എ ബി നമുക്ക് കണ്ടുപിടിക്കാം. എ ബി സ്ക്വയർ സമം എ ഒ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? നമ്മൾ ചെയ്ത അതേ ടെക്നിക്ക് അല്ലേ. ഇവിടെ ഇതേ വാല്യൂ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് 4ഉം 3ഉം തന്നെ ആയതുകൊണ്ട് തന്നെ ഇത് എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലേ. അപ്പൊ ഇത് എത്രയാണ്? 5 ഉണ്ട് നമുക്ക്. യെസ്, 5 മീറ്ററിന് ആൻസർ ഉണ്ട്. സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് എന്റെ ചോദ്യമല്ല, അത് നിങ്ങൾ ആൻസർ പറയേണ്ട ചോദ്യമാണ് കേട്ടോ. നെഗറ്റീവ് ത്വരണത്തെ നമ്മൾ എന്താണ് വിളിക്കുക? എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷൻ ഇസ് കോൾഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യണം? താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മുടെ ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യങ്ങളുമായിട്ട് നമ്മൾ എല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് വരും. സോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. ഉള്ള സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ 48,000 രൂപങ്ങളെ കയ്യിൽ അങ്ങോട്ട് ഇരിക്കും. ഓക്കെ, അപ്പൊ ബൈ. താങ്ക് യു സോ മച്ച്.